ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 608. സിദ്ധാർത്ഥിന്റെ മുഖത്ത് വലിയൊരു വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ലാവണ്യയുടെ യഥാർത്ഥ സ്വഭാവം സഞ്ജയ് തിരിച്ചറിഞ്ഞുവെന്നും അവർ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാക്കി പിരിഞ്ഞുവെന്നുള്ള വാർത്ത അയാൾക്ക് നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. സോഫയിൽ അവന് മുന്നിലായി അലക്സും വിനോദും ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരുപാട് അഹങ്കരിച്ചിരുന്നു. സിദ്ധാർത്ഥ് ഒരു നേരിയ ചിരിയോടെ പറഞ്ഞു തുടങ്ങി. തന്റെ സൗന്ദര്യം കൊണ്ട് ലോകത്തുള്ള ഏത് പുരുഷന്മാരെയും മയക്കിയെടുക്കാമെന്നായിരുന്നു ലാവണ്യയുടെ വിചാരം. സഞ്ജയെ അവൾ അങ്ങനെയാണല്ലോ കയ്യിലെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരുക്കിയ വലിയൊരു കെണിയായിരുന്നുവെന്ന് ആ അഹങ്കാരി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അലക്സ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ലാവണ്യെ ഓർക്കുമ്പോൾ തന്നെ അവന് വല്ലാതൊരു അറപ്പാണ് തോന്നിയിരുന്നത്. സിദ്ധാർത്ഥ് സർ, സത്യം പറഞ്ഞ അവളെ സഹിക്കാൻ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഏത് ഒറ്റവരും വരെയും പോവാൻ മടിയില്ലാത്ത ഒരു വൃത്തികെട്ട സ്വഭാവമാണ് അവളുടേത്. നമ്മുടെ പ്ലാന് വിജയിക്കാൻ വേണ്ടി അവളോട് അടുത്ത് ഇടപഴകേണ്ടി വന്ന ഓരോ നിമിഷവും എനിക്ക് വല്ലാത്ത ശ്വാസമുട്ടലായിരുന്നു. അലക്സിന്റെ വാക്കുകൾ കേട്ട് സിദ്ധാർത്ഥും വിനോദും പരസ്പരം നോക്കി. അലക്സ് തുടർന്നു. അവൾ എന്നെ ചുംബിച്ച ആ നിമിഷം, എന്റെ ജീവിതത്തിൽ ഇത്രയും അറപ്പുണ്ടാക്കിയ മറ്റൊരു നിമിഷം വേറെ ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെയാണ് ഞാൻ പിടിച്ചു നിന്നത്. സിദ്ധാർത്ഥ് മുന്നോട്ടാഞ്ഞ് അലക്സിന്റെ തോളിൽ തട്ടി. എനിക്കറിയാം അലക്സ്, അത് നിനക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നുവെന്ന്. പക്ഷേ നിന്റെ ആ ഒരു അഭിനയം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന വിജയം നേടിയെടുത്തത്. ഈ വലിയ പ്രശ്നം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് നിങ്ങൾ രണ്ടുപേരെ അല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. വിനോദ് അപ്പോൾ ഇടപെട്ടു. സർ, ഇനി എന്താണ് നമ്മുടെ അടുത്ത പ്ലാന്? സഞ്ജയും ലാവണ്യം തമ്മിൽ പിരിഞ്ഞുവെങ്കിലും അവർ വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാനൊന്നും പാടില്ലല്ലോ. സിദ്ധാർത്ഥിന്റെ മുഖം പെട്ടെന്ന് തന്നെ ഗൗരവത്തിലായി. അതേ വിനോദ്, അവരെ രണ്ടുപേരെയും നമ്മൾ എപ്പോഴെങ്കിലും സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ലാവണ്യ ഒരിക്കലും തോൽവി സമ്മതിക്കുന്നവളല്ല. സഞ്ജയിനെ തിരികെ കിട്ടിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവൾ ഒരുപക്ഷെ വീണ്ടും അലക്സിനെ തേടി വരാൻ സാധ്യതയുണ്ട്. കാരണം അവളുടെ കണ്ണിൽ നീ ഇപ്പോഴും ഒരു കോടീശ്വരനാണല്ലോ. അത് കേട്ട് അലക്സ് ഭയത്തോടെ പറഞ്ഞു. അയ്യോ, ഇനി അവളെ സഹായിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യൽ സർ. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കേണ്ട അലക്സ്, അത് അവളുടെ സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, സഞ്ജയ് അവൻ ലാവണ്യക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ സ്റ്റാർഡം മീഡിയ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞ സ്ഥിതിക്ക് ആ പ്ലാനുമായി അവൻ മുന്നോട്ടു പോകുമോ എന്ന് നമ്മൾ അറിയണം. അവനെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. മുറിയിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു ലാവണ്യ. 5 ദിവസങ്ങൾ കടന്നുപോയിരുന്നു. സഞ്ജയ് എങ്ങനെയെങ്കിലും തന്നെ തേടി വരും. ഒന്നുമില്ലെങ്കിലും ഒരു ഫോൺ കോൾ എങ്കിലും അവനിൽ നിന്നും ഉണ്ടാവുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കാരണം അത്രത്തോളം അവനെ അവൾ തന്റെ വലയിലാക്കിയിരുന്നു. അവൻ തന്നോട് അത്രമാത്രം അടിമപ്പെട്ടിരിക്കുകയാണെന്ന് അവൾ അഹങ്കരിച്ചിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയായിരുന്നു. സഞ്ജയിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവുമില്ല. തന്റെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ വഴുതി പോവുകയാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഇങ്ങനെ വെറുതെ ഇരുന്ന സഞ്ജയ് തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവനെ നഷ്ടപ്പെടുക എന്നാൽ അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തകരുക എന്നാണ് അർത്ഥം. അവൻ തന്നെ കാണാൻ വന്നില്ല എങ്കിൽ താൻ അങ്ങോട്ടേക്ക് പോയിട്ട് അവനെ കാണാൻ തന്നെ ലാവണ്യ തീരുമാനിച്ചു. എന്ത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും സഞ്ജയുടെ മനസ്സിൽ വെറുപ്പ് മാറ്റിയെടുക്കണം. അരുണുമായി തന്നെ കണ്ട ആ നിമിഷത്തെക്കുറിച്ച് അവൻ ചോദിച്ചാൽ എന്തു മറുപടി നൽകണമെന്ന് അവൾ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. എപ്പോഴും കടുത്ത മേക്കപ്പ് ഒക്കെ ഇട്ട് വളരെ സുന്ദരിയായി മാത്രം പുറത്തിറങ്ങാറുള്ള ലാവണ്യ അന്നൊരു തീരുമാനമെടുത്തു. അവൾ യാതൊരുവിധ മേക്കപ്പും ഉപയോഗിച്ചില്ല. തന്റെ അലസമായ മുടിയിഴകൾ അങ്ങനെ തന്നെ ഇട്ടു. സഞ്ജയെ കാണാതിരുന്ന ഈ ദിവസങ്ങളിൽ താൻ വല്ലാതെ ദുഃഖിതയായിരുന്നുവെന്ന് അവനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ദൈന്യത അവൾ വരുത്തി തീർത്തു. ആ ഒരുക്കങ്ങളൊന്നുമില്ലാത്ത കോലത്തിൽ അവൾ അവനെ കാണാനായി ഇറങ്ങി. ആദ്യം അവൾ യൂണിറ്റ് പ്രൊഡക്ഷൻ ഓഫീസിലേക്കാണ് എത്തിയത്. എന്നാൽ അവൻ അന്ന് ടെന്നീസ് ക്ലബിലേക്ക് പോയിരിക്കുകയാണെന്നും അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞു. ലാവണ്യ നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. കളിയെല്ലാം കഴിഞ്ഞ് വല്ലാതെ ക്ഷീണിതനായി ക്ലബിൽ ഗാർഡന്റെ ഒരു സിമന്റ് ബെഞ്ചിൽ ചാരിയിരിക്കുകയായിരുന്നു സഞ്ജയ്. ലാവണ്യയുമായി അടുത്തതിനു ശേഷം അവൻ ഒരിക്കൽ പോലും ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. തന്റെ സമയം മുഴുവൻ അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു അവൻ മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് അവൻ വല്ലാതെ തളർന്നിരിക്കുന്നു. ശാരീരികമായ തളർച്ചയേക്കാൾ വലിയൊരു മാനസികമായ തളർച്ച അവനെ ബാധിച്ചിരിക്കുന്നു. കണ്ണുകൾ അടച്ച് പുറകിലേക്ക് ചാരിക്കിടക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വന്നു. സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ താൻ സ്നേഹിച്ചത് ലാവണ്യായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ടല്ലേ സ്റ്റാർഡം മീഡിയ ഏറ്റെടുക്കുക എന്ന വലിയൊരു റിസ്ക് താൻ തലയിലേറ്റി വെച്ചത്. എന്നിട്ടും അവൾ തന്നെ ചതിച്ചല്ലോ. മറ്റൊരു പുരുഷന്റെ കൂടെ അവൻ എങ്ങനെ കെട്ടിപ്പിടിച്ച് അവൾ എങ്ങനെ ചുംബിക്കുന്നത് താൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അതോർക്കുമ്പോൾ സഞ്ജയുടെ ഉള്ളിൽ വല്ലാത്തൊരു പകയും വേദനയും ദേഷ്യമൊക്കെ ഇരിച്ചു കയറി. ആര് ചതിച്ചാലും അവനത് പൊറുക്കാൻ കഴിയുമായിരുന്നില്ല. പ്രത്യേകിച്ചും സ്വന്തം ജീവനേക്കാൾ കൂടുതൽ വിശ്വസിച്ചൊരു പെണ്ണ്. അവൻ അത്രമാത്രം അവളെ വിശ്വസിച്ചിരുന്നു. പെട്ടെന്ന് വളരെ നേർത്ത ആർദ്രമായൊരു ശബ്ദം അവന്റെ കാതുകളിലേക്ക് എത്തി. സഞ്ജയ്. അവനൊന്ന് ഞെട്ടി കണ്ണു തുറന്നു. തൊട്ടുമുന്നിൽ തന്നെ ലാവണ്യ നിൽക്കുന്നു.
അലസമായ മുടിയും വാടിയ മുഖവുമുള്ള ഒരു ലാവണ്യെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങിയിരുന്നു. പെട്ടെന്ന് സഞ്ജയുടെ മുഖത്ത് കടുത്ത ദേഷ്യം നിറഞ്ഞു. നീ നീ ഇവിടെ എന്തായി ചെയ്യുന്നത്? അവൻ വളരെ പരുഷമായി ചോദിച്ചു. ലാവണ്യ വല്ലാതെ സങ്കടം അഭിനയിച്ചുകൊണ്ട് അവനെ നോക്കി. സഞ്ജയ്, ഞാൻ ആദ്യം ഓഫീസിലേക്കാ പോയത്. അവിടെ ചെന്നപ്പോഴാ നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയുന്നില്ല സഞ്ജയ്. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. സഞ്ജയ് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നീ എന്തിനാ എന്നെ കാണാൻ വരുന്നത്? ഇതുവരെ കണ്ടതൊക്കെ മതിയായി. എനിക്കിപ്പോൾ നിന്നെ കാണാൻ യാതൊരുവിധ ആഗ്രഹവുമില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്നും വേഗം പോവാൻ നോക്ക്. അവന്റെ വാക്കുകളിൽ ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ ലാവണ്യ വിട്ടുനിൽക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ നിന്നെ കാണാനോ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് എന്നെ കാണാൻ തീരെ ആഗ്രഹമില്ലാന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ച് സമയമെങ്കിലും ഞാൻ പറയുന്നത് നിനക്കൊന്ന് കേട്ടൂടെ സഞ്ജയ്? എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ നിനക്ക്? അതൊരു വല്ലാത്തൊരു അപേക്ഷയായിരുന്നു. സഞ്ജയ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഗാർഡന്റെ പല ഇടങ്ങളിലായിട്ട് അവന്റെ സുഹൃത്തുക്കളും മറ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ സംശയത്തോടെ തങ്ങൾ രണ്ടുപേരെയും വീക്ഷിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അവിടെ വെച്ചൊരു പ്രശ്നമുണ്ടാവാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ അസ്വസ്ഥതയോടുകൂടെ അവിടെ നിന്നും എഴുന്നേറ്റു. ശരി, നമുക്ക് സംസാരിക്കാം. പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട. നമുക്കിതാ അവിടെ പോയിരുന്ന് സംസാരിക്കാം. അവർ ക്ലബ് ഹൗസിൽ ചേർന്നിട്ടുള്ള ഒരു ബാറിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ലാവണ്യ അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. സഞ്ജയ് മുന്നിലും അവനിൽ നിന്നും അല്പം അകലം പാലിച്ചുകൊണ്ട് ലാവണ്യ പുറകിലുമായി ബാറിലേക്ക് നടന്നു. അധികം തിരക്കില്ലാതെ ഒരു കോർണറിലെ ടേബിളിൽ അവർ രണ്ടുപേരും ഇരുന്നു. സഞ്ജയ് തനിക്കായി ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. അവൻ ലാവണ്യെ തീരെ അപരിചിതനായ ഒരാളെ പോലെയാണ് നോക്കിക്കണ്ടത്. ആ നോട്ടം അവളുടെ നെഞ്ചിൽ കൊള്ളുന്നുണ്ടായിരുന്നു. തന്നോടുള്ള അവന്റെ വെറുപ്പിന്റെ ആഴം അവൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇത്രത്തോളം വെറുപ്പിനുള്ള ഒരുവനെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കുമെന്നോർത്ത് അവളുടെ ഉള്ളിൽ വല്ലാതെ ഭയന്നു. എങ്കിലും താൻ കരുതി വെച്ച നാടകം കളിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. നിമിഷങ്ങളോളം അവർക്കിടയിൽ വലിയൊരു മൗനം തളം കെട്ടി നിന്നു. എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്നറിയാതെ ലാവണ്യ കുഴങ്ങി. ഒടുവിൽ സഞ്ജയ് തന്നെ ആ മൗനം ഭേദിച്ചു. ലാവണ്യ, നിനക്കിനിയും എന്താണ് എന്നോട് പറയാനുള്ളത്? അവന്റെ ശബ്ദത്തിൽ യാതൊരുവിധ വികാരവുമില്ലായിരുന്നു, ഗൗരവം മാത്രം. ലാവണ്യ പരിഭ്രമത്തോടെ തന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അവൾ സഞ്ജയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നോട് ക്ഷമിക്കണം സഞ്ജയ്. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അവൾ പറഞ്ഞു തുടങ്ങി. അന്ന് സംഭവിച്ച എല്ലാ കാര്യത്തിനും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊരു പുരുഷനോടൊപ്പം എന്നെ കാണേണ്ടി വന്നത് നിനക്ക് എത്രമാത്രം വേദനയുണ്ടാക്കിയെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, അതെനിക്ക് ബോധ്യമുണ്ട്. സഞ്ജയ് ദേഷ്യത്തോടെ അവൾ ഇന്ന് നോക്കി. പിന്നെ നീ എന്തിനാ ആ തെറ്റ് ചെയ്തത്? ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സഞ്ജയ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പ്ലീസ്, നീ എന്നെ വിശ്വസിക്കണം. അത് കേട്ട് സഞ്ജയുടെ മുഖത്ത് ഭാവം നേരിയ തോതിലങ്ങ് മാറി. അവൻ അവളെ തുറപ്പിച്ചു നോക്കി. നിന്നോട് ഞാൻ അന്ന് കുറച്ച് രൂക്ഷമായി സംസാരിച്ചു എന്നെനിക്കറിയാം. സഞ്ജയ് പതുക്കെ പറഞ്ഞു തുടങ്ങി. എന്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചിട്ടുമുണ്ടാവാം. പക്ഷേ ലാവണ്യ, നിന്നെ ഞാൻ എങ്ങനെയാണ് കൊണ്ടു നടന്നിരുന്നതെന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയാമല്ലോ. എന്നിട്ടും മറ്റൊരു പുരുഷനോടൊപ്പം നിന്നെ കണ്ടപ്പോൾ ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അന്ന് ശരിക്കും എന്താ നടന്നത്? നിനക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. സഞ്ജയ് കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്ന് അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. തനിക്ക് സംസാരിക്കാൻ ഒരവസരം കിട്ടിയതിൽ ലാവണ്യ ഉള്ളിൽ സന്തോഷിച്ചു. ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറാണെങ്കിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സഞ്ജയ്. ലാവണ്യ മുന്നോട്ടാഞ്ഞിരുന്നു കൊണ്ട് വളരെ വികാരഭരിതയായി പറഞ്ഞു തുടങ്ങി. അന്ന് നീ എന്നോടൊപ്പം കണ്ട ആള്, അയാളുടെ പേര് അരുൺ എന്നാണ്. യുഎസിൽ നിന്നും വന്ന വളരെ ധനികനായ ഒരു ഇൻവെസ്റ്ററാണ് അയാള്. കുറച്ച് ദിവസം മുൻപാണ് ഞാൻ അവിടെ ഒരു ബാറിൽ വെച്ച് അരുണിനെ പരിചയപ്പെടുന്നത്. എനിക്ക് വേണ്ടിയോ? നീ എന്താ എനിക്ക് വേണ്ടി കണ്ട പുരുഷന്മാരോടൊപ്പം ബന്ധം വെക്കുന്നത്? സഞ്ജയ് സംശയത്തോടെ ചോദിച്ചു. സഞ്ജയ്, അരുൺ അവിടെ ഒരു കമ്പനിയിൽ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ കമ്പനിക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അയാളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. അയാളെ പോലൊരു ഇൻവെസ്റ്ററെ നമ്മുടെ യൂണിറ്റ് പ്രൊഡക്ഷന് കിട്ടിയാൽ അത് നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. അവൾ ഒരു നിമിഷം അങ്ങ് നിർത്തി. സഞ്ജയുടെ മുഖത്ത് ഭാവങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചു. അവൻ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാവണ്യ വീണ്ടും തുടർന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അരുണൻ എന്നോട് എന്തോ ഒരു താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ വലുതായത് കൊണ്ട് തന്നെ അയാളെ വെറുപ്പിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. അന്ന് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനും നല്ലൊരു അവസരം നോക്കി നിന്നെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും വേണ്ടിയാ ഞാൻ അയാളോടൊപ്പം ഹോട്ടൽ മാസ്ക് മെമ്മോറിയയിലേക്ക് പോയത്. സത്യമായിട്ടും എനിക്ക് വേറെ യാതൊരുവിധ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. സഞ്ജയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. എന്നെ കണ്ട ഉടനെ തന്നെ അയാൾ അങ്ങനെ പെരുമാറുമെന്നോ ചുംബിക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല സഞ്ജയ്. ഇതാണ് അന്ന് അവിടെ വെച്ച് നടന്നത്. അയാൾ എന്നെ ചുംബിക്കുന്നത് നീ കണ്ടതല്ലേ? നീ അത് കണ്ടിട്ടല്ലേ നീ എന്നെ തെറ്റിദ്ധരിച്ചത്? എനിക്ക് നീയല്ലാതെ മറ്റൊരു പുരുഷനും എന്റെ ഹൃദയത്തിലില്ല. അയാളുമായിട്ടുള്ള സൗഹൃദം നമ്മുടെ ബിസിനസ്സിന് ഗുണം ചെയ്യുമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വലിയൊരു തെറ്റുപറ്റിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സഞ്ജയ്. നിന്നെ മനഃപൂർവ്വം ചതിക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല സഞ്ജയ്. അവൾ നിയന്ത്രണം വിട്ടങ്ങ് കരയാൻ തുടങ്ങി. എന്നെ അവിശ്വസിക്കരുത് സഞ്ജയ്.
നിന്റെ ഈ അവഗണന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിന്നെ ഒന്ന് കാണാൻ പോലും കഴിയാതെ ഞാൻ എത്രമാത്രം അനുഭവിച്ചു എന്ന് എനിക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ. കണ്ണുനീര് തുടച്ചുകൊണ്ട് തന്നെ ലാവണ്യ അവന്റെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ചിരുന്നു. കുറച്ചു നിമിഷത്തേക്ക് അവർക്കിടയിൽ വലിയൊരു നിശബ്ദത തളം കെട്ടി നിന്നു. സഞ്ജയ് ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ പതിയെ അവന്റെ കൈകളങ്ങ് പിടിച്ചു. സഞ്ജയ്, നടന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിനക്കിപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. സഞ്ജയ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. സഞ്ജയ്, നടന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിനക്കിപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. സഞ്ജയ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. അവളുടെ കണ്ണുനീരും ആ ഒരു ദൈന്യതയും അവന്റെ മനസ്സിലെ വെറുപ്പിനെ അലിഞ്ഞങ്ങ് ഇല്ലാതാക്കി. താൻ ലാവണ്യെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്ന് അവന് തോന്നി തുടങ്ങി. അവന്റെ മുഖത്ത് ആ ഒരു അലിവ് പ്രകടമായിരുന്നു. തന്റെ അഭിനയത്തിനു മുന്നിൽ സഞ്ജയ് പൂർണ്ണമായും വീണുപോയി എന്ന് ലാവണ്യക്കുറപ്പായി. അവൾ തല താഴ്ത്തിയിരിക്കുമ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരി വിടർന്നു. താൻ വീണ്ടും ജയിച്ചിരിക്കുന്നു എന്ന അഹങ്കാരത്തിന്റെ പുഞ്ചിരി. അങ്ങനെ സഞ്ജയ് വീണ്ടും പാട്ടിലാക്കാനൊക്കെ ലാവണ്യക്ക് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വെച്ച് കാണാം. പ്രേമം എപ്പിസോഡ് തുടരണോ അതോ ഇനി വേറെ എന്തെങ്കിലും റിവ്യൂ വീഡിയോസോ അല്ലെങ്കിൽ മറ്റ് കഥകളൊക്കെ വേണോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഒരുപാട് പേര് പ്രേമം സീരീസ് ഫസ്റ്റ് ഓൺവേർഡ്സ് തുടങ്ങുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് ഞാൻ ഒരു വീഡിയോന്റെ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ നോക്കട്ടെ, അതല്ലെങ്കിൽ ഇടയിലുള്ള എപ്പിസോഡൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ. ഏതൊക്കെ എപ്പിസോഡാണ് വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഓൺവേർഡ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 730 എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണോ അതോ ഫസ്റ്റ് ഓൺവേർഡ്സ് ഒരു എപ്പിസോഡ് പോലും കളയാതെ ആദ്യം മുതൽ തുടങ്ങണോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരുപാട് കമന്റ്സ് ഒക്കെ കുറവാട്ടോ. മറ്റേത് സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കങ്ങനെ കമന്റ്സ് ഒന്നും കൂടുതലായിട്ട് വരാറില്ല. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കമന്റ് ഇടണേ. എങ്കിലല്ലേ നെക്സ്റ്റ് വീഡിയോ ഇടാനൊരു മോട്ടിവേഷനൊക്കെ ആവുള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.